ഹായ് ഹലോ എവറി വൺ. നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് പ്ലസ് മിഡ് ക്യാപ് നിഫ്റ്റിയുടെ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇന്ന് ആക്ച്വലി ഹോളിഡേ ആണ്. സോ അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ വീഡിയോ ഉണ്ടാക്കാൻ. സോ നമ്മുടെ അനാലിസിസ് കിടക്കാം. ഫസ്റ്റ് നിഫ്റ്റി ചാർട്ടാണ്. നിഫ്റ്റി ചാർട്ടിൽ കിടക്കുന്ന മുന്നേ നമ്മുടെ ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത് എല്ലാം ലേണിംഗ് പർപ്പസ് വീഡിയോ ആണ്. ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസാണ്. സോ ഫസ്റ്റ് ലേൺ ചെയ്യുക, ദെൻ ഏൺ ചെയ്യുക. അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഓക്കെ, സോ ഞാൻ ഇത്രയ്ക്കാണ് ലാസ്റ്റ് വീഡിയോയിൽ കൊടുത്ത ലെവൽസ്, ഡിസ്കസ് ചെയ്ത ലെവൽസ് ആൻഡ് ഈ ഒരു എൻഡിങ് ഡയഗണൽ പാറ്റേണിൻ്റെ ആണ്. ഓക്കെ, സോ മൺഡേ സോ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു ലാസ്റ്റ് വീഡിയോ ഞാൻ ഷെയർ ചെയ്ത ലെവൽ. ദെൻ ദാറ്റ് മീൻസ് ഒരു ചെറിയ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. ദെൻ സപ്പോർട്ട് എടുത്തു ആൻഡ് ദെൻ എക്സാക്ട് മുകളിൽ പോയി റെസിസ്റ്റൻസ് എടുത്തു. കറക്റ്റ് ഇത് നമ്മുടെ ഈ ഒരു റെഡ് ലൈൻ 22,620 എക്സാക്റ്റ് അവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുത്തു ആൻഡ് ദെൻ ഫെർദർ ഫോൾ. കണ്ടോ, ഈ ഡോജി ക്യാൻഡിൽ 50 മിനിറ്റ്സ് ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ വീക്ക് സൈൻ ആയിരുന്നു. ആൻഡ് ദെൻ താഴേക്ക് ഫെർദർ ഫോൾ ആൻഡ് ദെൻ വീണ്ടും ക്ലോസിങ് വന്നെങ്കിൽ നിയർ ബോട്ടത്തിൻ്റെ അടുത്താണ് ഈ ലാസ്റ്റ്. സോ ഈ രണ്ട് ലെവൽ എടുക്കായിരുന്നു അന്ന് ആ ഫുൾ മാർക്കറ്റ് അന്നൊരു. ഈ രണ്ട് ലെവലാണ് മോസ്റ്റ്ലി ഞാൻ കൊടുത്തത്. ഓക്കെ, പിന്നെ സ്മോൾ ടൈം ഫ്രെയിമിൽ ഞാൻ വേറൊരു ലെവൽ ഷെയർ ചെയ്തായിരുന്നു. നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കണ്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് കാണണം. ഞാനിപ്പോൾ ഈ എൻഡിങ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. സോ മസ്റ്റായിട്ട് കാണണം ആ ലാസ്റ്റത്തെ വീഡിയോ. അതിൽ ഞാൻ ഷെയർ ചെയ്ത ഒരു ലെവലായിരുന്നു. ഏത് ലെവലാണത് ഞാനിപ്പോൾ വീണ്ടും ഡിസ്കസ് ചെയ്യാം. ഇത് ഇവിടെ നിന്ന് സ്മോൾ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഞാൻ അനാലിസിസ് ഷെയർ ചെയ്തായിരുന്നു. അതെന്തായിരുന്നു, ഇത് ഇവിടെ നിന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ലെഗ് വെച്ചിട്ട് 81.20%. ഓക്കെ, 81.20% ഈ ഒരു ലെവലായിരുന്നു 22,530. സോ ബൗൺസ് വരുവാണെങ്കിൽ ഇവിടെ തന്നെ വരും. അപ്പോഴാണ് സെക്കൻഡ് വേവ് ഫിനിഷ് ആയിട്ട് തേർഡ് വേവിലേക്ക് എൻ്റർ ആവും. മാർക്കറ്റ് ലോ അടിച്ച അന്ന് നോക്കുകയാണെങ്കിൽ 530 ആണ്, എക്സാക്റ്റ് ആണ്. സോ അതാണ് മീൻസ് റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലെവൽസ് കാര്യങ്ങൾ പെർഫെക്റ്റ്ലി നമ്മളെ വേവ്സിൻ്റെ ലെവൽസ് പെർഫെക്റ്റ്ലി റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് മാർക്കറ്റ് ആ ഡയറക്ഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, അതെപ്പോഴും ശ്രദ്ധിക്കാനുള്ളതാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഒരു ട്രേഡ് ഓർ നമുക്ക് ആ ഡയറക്ഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. സോ ആ ഒരു സമയത്ത് എന്തായിരുന്നു, ഇതായിരുന്നു 0.0, ഇത് 1, ഇത് 2 ആൻഡ് തേർഡിലേക്ക് അത് പോയി. തേർഡിലേക്ക് ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അത് നമ്മൾ എക്സ്റ്റെൻഡ് ഫിബൊനാച്ചി വെച്ചിട്ടാണ് തേർഡ് നോക്കാറുള്ളൂ. സോ ഇതാണ് 0 പോയിൻറ്റ്, ബേസ് പോയിൻറ്റ്. ഓക്കെ, ഇതായിരുന്നു 1. സെക്കൻഡാണ് ഞാൻ നിങ്ങളുടെ ഡിസ്കസ് ചെയ്തത്. സോ സെക്കൻഡ് ഇതായിരുന്നു ആൻഡ് തേർഡ് നോക്കുകയാണെങ്കിൽ എക്സാക്റ്റ് 120%, ആണ് പോകാറുള്ളൂ. ആ ഒരു സമയത്ത് നമ്മുടെ റെസിസ്റ്റൻസ് ഇത് തന്നെയല്ലേ. ഓക്കെ, ഇത് നോർമൽ കേസസ് ആണ്. നോർമൽ കേസസ് 127% പോകാറുണ്ട്. സോ ഇവിടെ തേർഡ് വേവ് കംപ്ലീറ്റ് ആയി. ഓക്കെ, സോ തേർഡ് വേവ് കംപ്ലീറ്റ് ആയി, നിങ്ങളത് മനസ്സിലാക്കിയെടുത്തു. യെസ്, തേർഡായി. ഇനി ഫോർത്തിൻ്റെ ഫോൾ വരണം. അവിടെ നിന്ന് ഫോർത്ത് ഫോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രം ബോട്ടം ടു തേർഡ് വേവിൻ്റെ ടോപ്പ്. ഓക്കെ, അത് നോക്കുകയാണെങ്കിൽ ആക്ച്വലി 50% വരേണ്ടതാണ് അത്. ഓക്കെ, എത്ര വരേണ്ടതാണ്? 50%. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ എത്ര വന്നേക്കുന്നത്, അത് വന്നേക്കുന്നത് ബിലോ 61.80, 80%. ആൻഡ് ദ ലാസ്റ്റ് ബൗൺസ് അതിൻ്റെ വീണ്ടും അത് ഫോൾ ആയി. സോ അത് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാമോ, അത് ഫോർത്ത് വേവ് ഉണ്ടല്ലോ, അത് ഫോർത്ത് അല്ലായിരുന്നു. അത് ഈ സ്ട്രക്ചർ ആക്ച്വലി ABC ആയിരുന്നു. ABC സ്ട്രക്ചറിൽ നമ്മൾക്ക് വന്നിട്ടില്ല. AB സ്ട്രക്ചർ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. സോ ഇതാണ് ABCയുടെ ഒരു ഡിസ്കഷൻ. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാമോ, മാർക്കറ്റ് ABC സ്ട്രക്ചറിലേക്കാണ് മോസ്റ്റ്ലി ഈ സമയത്ത് കറക്ഷൻസ് എന്ന് പറഞ്ഞാൽ ABC ആണ്. അത് ഇച്ചിരി പാടാണ്. അതിൽ പാടെന്ന് പറഞ്ഞാൽ എളുപ്പത്തിന് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. എന്നുവെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ നോർമലി ഇപ്പോൾ കൗണ്ട് ചെയ്യുന്നത് ABC ആണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അതിനെ നിങ്ങൾ എന്ത് ഷോർട്ട് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇത് A, ഇത് B, ഇത് C. ഓക്കെ, ഇതാണ് ABC സ്ട്രക്ചർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ 1, 2, 3 വരെ കൗണ്ട് ചെയ്യുക. 4, 5 കൗണ്ട് ചെയ്യണ്ട. മനസ്സിലായോ? 4, 5 കൗണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ഈ സ്ട്രക്ചർ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. ഓക്കെ, സോ അങ്ങനെ തന്നെ ഇത് കൗണ്ട് ചെയ്താൽ മതി. 1, 2, 3 ABC ആണ് നമ്മൾ പറയുന്നത്. അതിന് 1, 2, 3 അതിൽ 4, 5 വരെയത്തില്ല. 4 പെർഫെക്റ്റായിട്ട് 50%, 4 കറക്റ്റ് എക്സാക്ട്ലി. ഫോർത്തിൻ്റെ ഫോൾ 50% ഓർ ഈ എയുടെ ഇതിലേക്ക് വരാൻ പാടില്ല, ടെറിറ്ററിയിലേക്ക് വരാൻ പാടില്ല. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ 50% റെസ്പെക്ട് ചെയ്യുന്നു. ഫോർത്ത് അതിൻ്റെ ഫോൾ. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് റെസ്പെക്ട് ചെയ്യുന്നു. ആൻഡ് ദെൻ അത് ഫോർത്താണ്, പിന്നെ ഫിഫ്ത്തിലേക്ക് കയറും. ഓർ അതിൻ്റെ ബിലോ പോവുകയാണെങ്കിൽ അപ്പോൾ വീണ്ടും ABC കഴിഞ്ഞു ആൻഡ് ദെൻ ഫോൾ വന്നേക്കാൻ എക്സിൻ്റെ ഫോളാണ് വരുള്ളൂ. മീൻസ് പിന്നെ നിങ്ങൾ താഴേക്ക് 1, 2, 3, 4, 5 ഓർ 1, 2, 3 വീണ്ടും താഴേക്ക് കൗണ്ട് ചെയ്യാൻ തുടങ്ങിയാൽ മതി. ഓക്കെ,
സോ ഇത് കഴിഞ്ഞ് ഇപ്പോൾ ABC കഴിഞ്ഞു. അപ്പോൾ ഈ ഫോൾ വന്ന ഇത് കണ്ടോ, ഇത് വീണ്ടും ഇവിടുന്ന് കൗണ്ട് ചെയ്തു. ഈ ഒരു സീഡ് ഫോൾ ഫിനിഷ് ആയില്ല. സോ നമ്മൾ ഇത് കൗണ്ട് ചെയ്യുക ഇവിടുന്ന് 1 2 3 4 and 5 വീണ്ടും 5 മൂവ്സ് ഫോൾ താഴേക്ക് വന്നിട്ടാണ്. 5 മൂവ്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ സ്ട്രക്ചർ 5 മൂവ്, ദാറ്റ് മീൻസ് ഒരു ഫുൾ എ. ഇത് കണ്ടോ, ഇത് ഫുൾ എ. ആൻഡ് ദെൻ ഇവിടെ വരെ വന്നു ആ ഫോൾ. ഓക്കെ, ദെൻ വീണ്ടും 5 സ്ട്രക്ചറിൽ ഫോൾ വന്നല്ലോ. ദെൻ ഇനി പ്രൈസ് മുകളിലേക്ക് ബൗൺസ് ചെയ്യേണ്ടതാണ് ഇവിടുന്ന്. ഓക്കെ, താഴേക്ക് ഇങ്ങനെ ഫോൾ വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഇനി മുകളിലേക്ക് ബൗൺസ് ചെയ്യണം. 1 2 3 4 5 സ്ട്രക്ചർ 5 മൂവ് കഴിഞ്ഞാൽ പിന്നെ ബൗൺസ് ചെയ്യണം പ്രൈസ്. നോർമലി അങ്ങനെയാണ്. സോ ബൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് ബൗൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് നമ്മൾ ഇത് ഒരു ഫസ്റ്റ് വേവ് ആയി. ഫസ്റ്റ് വേവ് ഓർ എ ഫസ്റ്റ് വേവ് ഓർ എ. ഇനി ബൗൺസ് ബിയിലേക്ക് പോകേണ്ടതാണ്. സോ ബി നമ്മൾ നോക്കുകയാണെങ്കിൽ ബിയുടെ ബൗൺസ് 81.20% ഓർ 61.80 ഇത്ര വരുള്ളൂ. ഇത്ര വന്നെങ്കിൽ 61.80% ബൗൺസ് വന്നേക്കുന്നത് കണ്ടോ. മാക്സ് ടു മാക്സ് 81.20% വരേണ്ടതാണ്. ആൻഡ് ദെൻ ഇവിടുന്ന് വീണ്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് വീണ്ടും ഫോൾ താഴേക്ക്. ഓക്കെ, ആ ഫോൾ എത്ര, അത് ആ ഒരു സമയത്ത് ഇത് എ ആയി, ഇത് ബി ആയി, ആൻഡ് ഇത് സി ആയി. മനസ്സിലായോ? നേരത്തെ ABC ഇത്, പിന്നെ താഴേക്ക് ഫോൾ വന്നത് ABC, അങ്ങനെ തന്നെയാണ്. സോ അത് തേർഡിൻ്റെ ഫോൾ വന്നു എത്ര, 127% വരേണ്ടതാണ് തേർഡിൻ്റെ ഓർ സീഡ് ഫോൾ. ആ ഒരു സമയത്ത് എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചിയുടെ ഫ്രം ഹിയർ ടു ഇത് എ, ഇത് ബി ആൻഡ് സി. 127% കണ്ട ഓൾമോസ്റ്റ് അവിടെ തന്നെയാണ്. ലാസ്റ്റ് ഫുൾ അച്ചീവ് ചെയ്യാൻ നോക്കി 100% നിർത്തി വെച്ചേക്കണം ഇവിടെ. ഓക്കെ, സോ 500 ആയിരുന്നു ആ ഒരു ലെവൽ. എക്സാക്ട് കണ്ടോ. സോ ഇതാണ് ആ ഒരു സ്ട്രക്ചർ. ABC ഒന്നുകൂടി ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. ഈ സ്ട്രക്ചർ ഫുൾ കൺഫ്യൂസ് ചെയ്യണം, എളുപ്പത്തിന് മനസ്സിലാവില്ല. അത് ടു ടഫാണ്. ഞാൻ ഉള്ള കാര്യം പറയുള്ളൂ, ടു ടഫാണ്, അത്ര ഈസി അല്ല. ഇതാണ് ആ താഴേക്ക് ABC, മനസ്സിലായോ? മുകളിലേക്ക് ABC and വീണ്ടും താഴേക്ക് ഇവിടുന്ന് ABC താഴേക്ക്. ഓക്കെ, സോ ഇപ്പോൾ ABC മനസ്സിലാക്കാനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 1 2 3 മാത്രം കൗണ്ട് ചെയ്യുക, 4 5 കൗണ്ട് ചെയ്യണ്ട. ഓക്കെ, സംഭവം കറക്റ്റ് അങ്ങനെ തന്നെ വരുള്ളൂ. അങ്ങനെ തന്നെ വരുള്ളൂ അത്. ഓക്കെ, കൺഫ്യൂസ് ആവരുത്, ടൈം എടുക്കും. ബട്ട് സ്ട്രക്ചർ മനസ്സിലാക്കാൻ പഠിച്ചു ആദ്യം. അത് വേറെ ഒരാളുടെ കൈക്കാൽ പിടിക്കേണ്ട പിന്നെ ആവശ്യം വരത്തില്ല. മറ്റേ കോൾ തരുന്നു, മറ്റേ കോൾ നമ്മൾ എടുക്കുന്നു, മറ്റേ ഒരു ഇതായിരിക്കും, ടോട്ടലി നമ്മൾ കൺഫ്യൂസ് ആവും. സോ ലൈഫിൽ ഇച്ചിരി പാടുണ്ടാകും ഇത് മനസ്സിലാക്കാൻ. ഞാൻ ഇല്ലയെന്ന് പറയണില്ല, ബട്ട് സ്ട്രക്ചർ നിങ്ങളുടെ മുമ്പിലായിരിക്കും. നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ടൈം ഫ്രെയിമിലും 1 minute 5 minutes 10 minutes 15 minutes 1 hour 1 day വരെ എല്ലാം നിങ്ങൾക്ക് തന്നെ അനലൈസിസ് ചെയ്യാൻ പറ്റും. കുറച്ച് നാൾ ഇച്ചിരി സ്ട്രഗിൾ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഇനി ഞാൻ വേറെ കൂടുതലൊന്നും പറയണില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇനി മാർക്കറ്റിൻ്റെ ഫർദർ മൂവ് എന്താ എക്സ്പെക്ട് ചെയ്യുക. ഇനി ഫർദർ ഫോൾ ഇതിൻ്റെ ബിലോ ആയിരിക്കും. ഓക്കെ, 22,515. ഓക്കെ, ഇവിടെ സഡൻ ഒരു ഏരിയ വരുന്നത് 22,500. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ 470 ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, 470 അല്ല 500 തന്നെയാണ് നമ്മളിപ്പോൾ നോക്കിയാൽ. ഈ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിലുള്ള ഈ മൺഡേ ഓപ്പണിങ് നോക്കേണ്ടത്. ഐ തിങ്ക് ഇതിന് ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിങ് ആവേണ്ടതാണ്. ഇത് ട്രാപ്പ് ആണെങ്കിൽ, ട്രാപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ, നമ്മൾ ഇത് എൻഡിങ് ഡയൽ പാറ്റേൺ ആയിരുന്നുള്ളൂ നമ്മുടെ ഇവിടെ. സോ അവരിവിടെ ഡബിൾ ബോട്ടം ഉണ്ടാക്കിയിട്ട് വീണ്ടും ഒരു ബൗൺസ് പ്രൈസ് മുകളിലേക്ക് പോകും. ഓട്ടോമാറ്റിക്കലി ഐ തിങ്ക് താഴേക്ക് വരേണ്ടതാണ്. ബട്ട് ഇൻ സ്മോൾ ടൈം ഫ്രെയിമിൽ ബൗൺസ് നമ്മൾ RSI വെച്ച് നോക്കുവാണെങ്കിൽ ഇത് കാരണം RSI നല്ലൊരു ഡൈവർജൻസ് കിടക്കുന്നുണ്ട്. കണ്ട താഴെ RSI ഡൈവർജൻസ്. ഇപ്പോൾ പ്രൈസ് ഇവിടെ ഫ്ലാറ്റായി, ഈ ബോട്ടം ഈ ബോട്ടം രണ്ടും ഒരു ഫ്ലാറ്റ് ആയില്ലേ. ബട്ട് ഡൈവർജൻസ് RSI നമ്മൾ നോക്കുകയാണെങ്കിൽ RSI ലോ ഇവിടെയാണ്, RSI ഡോ ഇവിടെ കിടക്കുന്നത് താഴെ, ആൻഡ് ദെൻ മറ്റേ ഇത് മുകളിലാണ്, ഇവിടുത്തെ RSI മുകളിലാണ്. അതാണ് ഒരു വ്യത്യാസം വരുന്നത്. സോ മേ ബി നോക്കാം നമുക്ക്. പ്രൈസ് ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ബിലോ പ്രൈസ് പോയാൽ മാത്രമേ. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 22,500 ആണ്. 22,500 അത് വെച്ചോ. ഓക്കെ, കാരണം ആ ഒരു കുഞ്ഞിലേക്ക് നമ്മൾ ഇച്ചിരി മുമ്പ് ഡിസ്കസ് ചെയ്തല്ലേ, അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് 127% ഇവിടെ വരുന്നുണ്ട്. സോ 22,500 റൗണ്ട് നമ്പർ ആക്കിക്ക് ഒരു 5-10 പോയിൻറ്റിൽ വ്യത്യാസം വരുള്ളൂ, 10 പോയിൻറ്റ്സ് എന്തോ ഡിഫറൻസ് വരുന്നുള്ളൂ. സോ അതിൻ്റെ ബിലോ പോയാൽ മാത്രമേ ഫർദർ ഡൗൺ സൈഡ് ഉണ്ടാവും. ആ ഡൗൺ സൈഡ് സ്ലോലി താഴേക്ക് ഉണ്ടാവുള്ളൂ. സ്ലോലി എന്തിനെ റീസൺ എന്താ എന്ന് വെച്ചാൽ നമ്മുടെ ഇതുണ്ട്, എന്താ പറയുക, പ്രൈസ് ഓവർ സോൾഡിലാണല്ലോ കിടക്കുന്നത്. സോ അതുകൊണ്ട് ഗ്യാപ്പ് ഡൗണിൽ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പോകുള്ളൂ പ്രൈസ് സ്ലോലി. മൺഡേ എക്സ്പെക്ട് ചെയ്യാൻ എന്തായാലും ഫ്ലാറ്റ് ടു പോസിറ്റീവ് ആണ്. നോക്കാം എങ്ങനെ. ഇനി ബാക്കി എന്തെങ്കിലും ന്യൂസ് ബേസ് ആണെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല, നമ്മുടെ ലെവൽസ് എല്ലാം ബേസ്ഡ് ആയിരിക്കും. സോ റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഇതാണ് പ്രോപ്പർ. ഐ തിങ്ക് വേറെ വരുന്നില്ല. ആ 1 hour ടൈം ഫ്രെയിമിൽ ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ള എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക്
ഇത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുള്ളൂ. എങ്ങനെയാണ് മീൻസ് പ്രൈസ് താഴേക്ക് വന്നിട്ട് ഇവിടെ മുകളിൽ പോകുമോ ഇവിടെ താഴേക്ക് തന്നെ പോകുമോ അതിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അതെന്തായാലും ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, വലിയ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി വേഗം നമ്മുടെ ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഷെയർ ചെയ്ത ലെവൽസ് എന്തായിരുന്നു? 15 മിനിറ്റ് സ്റ്റാർട്ടിൽ പോകാം. എൻഡിങ് ഡയഗണൽ പാറ്റേൺ കണ്ടോ? ലീഡിങ് ഡയഗണൽ പാറ്റേണെയാണ് ഞാൻ ലാസ്റ്റ് വീഡിയോ ഷെയർ ചെയ്തത്. യെസ്, ഇതായിരുന്നു നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഷെയർ ചെയ്തതാണ്. ഈ പ്രൈസിൻ്റെ സ്മോൾ ടൈം ഫ്രെയിമിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ലീഡിങ് ഡയഗണൽ പാറ്റേൺ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് പ്രൈസ് ഇതിൻ്റെ അബവ് ഗ്യാപ്പ് അപ്പ് ആയാലും എന്ത് ചെയ്താലും പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള പവർ ഉണ്ടാവില്ല. ലീഡിങ് ഡയഗണൽ പാറ്റേൺ ഓർ ഈ 5 മൂവ്സ് നമ്മൾ 5 മൂവ്സാണ് ഡിസ്കസ് ചെയ്യാറുള്ളൂ. 1 2 3 4 5 ഇത് കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് മുകളിൽ പോകാനുള്ള പവർ ഉണ്ടാവില്ല. കാരണം 5 മൂവ്സിലാണ് യൂഷ്വലി മാർക്കറ്റ് പോകാറുള്ളൂ. ഓക്കെ, പിന്നെ അവിടെ വീക്ക്നെസ് ആണെങ്കിൽ ദാറ്റ് മീൻസ് പ്രൈസ് താഴേക്ക് വന്നിട്ട് പിന്നെ ബാക്കി എന്തെങ്കിലും ഉള്ളൂ പ്രൈസിൽ. സോ പ്രൈസ് ഇനി നെക്സ്റ്റ് ഇതാണ് ഇതിൻ്റെ ലെവൽസ്. പിന്നെ ഇനി ഫ്രം ടോപ്പ് ടു ഹൈ ലേറ്റസ്റ്റ് യെസ്റ്റർഡേ ഇത് ഈ ഒരു ഇവിടുന്ന് നമ്മൾ വെക്കുകയാണെങ്കിൽ പ്രൈസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു 5 മൂവ്സ് ആൻഡ് അന്ന് അടിച്ച ടോപ്പ് ഇതാണ്. ഓക്കെ, സോ നോക്കുകയാണെങ്കിൽ ഇത് ലെവൽ വരുന്ന 500. ഓക്കെ, ആൻഡ് ദെൻ 81.20%, ദെൻ 48.309. സോ ഈ ലെവൽ എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഫർദർ അപ്സൈഡ് മൂവ് പോസിബിൾ ഉണ്ടാവും തേർഡ് വേവിൽ കയറാനുള്ളത്. ഓക്കെ, മനസ്സിലാക്കി എടുക്കണം. റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് 5 മൂവ്സ് കഴിഞ്ഞാൽ ഒരു വേവായി. ഓക്കെ, 5 മൂവ് കഴിഞ്ഞാൽ ഒരു വേവായി ഓർ എ ആയി എന്ന് പറയുന്നത്. ഓക്കെ, എ ഇപ്പോൾ നമ്മൾ ചെറിയ മുമ്പ് ഡിസ്കസ് ചെയ്തില്ലേ നിഫ്റ്റിയിൽ, അതുപോലെ തന്നെ 5 മൂവ്സ് കഴിഞ്ഞാൽ ഒരു എ ആയി ഓർ ഒരു ഫസ്റ്റ് വേവായി. ആൻഡ് ദെൻ ഫോൾ വരുന്നത് സെക്കൻഡ് വേവിൻ്റെ ആണ്. സെക്കൻഡ് വേവിൻ്റെ ഓർ ബിയുടെ ഫോളാണ് താഴേക്ക് വരുന്നത്. സോ ആ കേസിൽ ഈ ലെവൽ റെസ്പെക്ട് ചെയ്യണം ഓർ ഈ 2 ലെവൽ ഏതെങ്കിലും ഒന്ന് റെസ്പെക്ട് ചെയ്യണം മാർക്കറ്റ്. ദെൻ തേർഡ് വേവിലേക്ക് എൻ്റർ ആയി എന്ന് പറയാം. ഓക്കെ, അത് മനസ്സിലാക്കി എടുക്കുക. ദെൻ ആണ് നമുക്ക് പറയാൻ പറ്റും ദാറ്റ് മീൻസ് തേർഡ് വേവിലേക്ക് പിന്നെ എൻ്റർ ഇടുന്ന റെസ്പെക്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് തേർഡിലേക്ക് പ്രൈസ് മുകളിലേക്ക് പോകും, തേർഡ് വേവിൽ റെസ്പെക്ട് ചെയ്യും. ആൻഡ് ദെൻ 127% പിന്നെ നമ്മൾ യൂസ് ചെയ്യണം. അവിടെ നിന്ന് ആ ഒരു സമയത്ത് ബോട്ടം സപ്പോസ് ഇതാണ് ബോട്ടം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി എടുക്കുക. ഈ ഫിബൊനാച്ചി ഉണ്ടല്ലോ, ഫിബൊനാച്ചി യൂസ് ചെയ്യുന്ന ഓരോ മറ്റേ ഇതിൻ്റെ സ്റ്റെപ്പാണ്. ഫസ്റ്റ് വേവിൽ എങ്ങനെ യൂസ് ചെയ്യണം, സെക്കൻഡ് വേവിൽ എങ്ങനെ ഫിബൊനാച്ചി യൂസ് ചെയ്യണം, തേർഡ് വേവിൽ എങ്ങനെ. എക്സ്റ്റെൻഡ് ഫിബൊനാച്ചി തേർഡ് വേവിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, ബാക്കി അതിൽ യൂസ് ചെയ്യാറില്ല. ഓക്കെ, അത് ഞാൻ പിന്നെ നമുക്ക് പറയാം. അതൊക്കെ വേവ്സിൻ്റെ ആ വീഡിയോസ് വരികയാണെങ്കിൽ അതിലൊക്കെ ഞാൻ കറക്റ്റായി ഡിസ്കസ് ചെയ്യും. സോ അത് ഇങ്ങനെയാണ് വെക്കേണ്ടത് എക്സ്റ്റെൻഡ് ഫിബൊനാച്ചി. സോ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇൻ കേസ് പ്രൈസ് ഇവിടെ വരെ വരികയാണെങ്കിൽ നമ്മുടെ 81.20% വരികയാണെങ്കിൽ ഇവിടെ വരെ വരികയാണെങ്കിൽ ഓക്കെ മറ്റേ 48,390 വരെ വരികയാണെങ്കിൽ അപ്പോൾ 127% ഇവിടെ വരുന്ന ആ ലൈനിൻ്റെ അവിടെ ഒരു മുകളിൽ നിന്ന് ലൈൻ 49,127. ഓക്കെ, ആ മുകളിൽ ലൈൻ ഉണ്ടല്ലോ അവിടെ റെസിസ്റ്റൻസ് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, 100% വരാറുണ്ട്. 100% ചില സമയത്ത് സ്റ്റക്കാവും. ഈ 100% ഉണ്ടല്ലോ അവിടെയും സ്റ്റക്ക് ആവാറുണ്ട്. അത് പ്രൈസിൻ്റെ മൂവ്സിലാണ് ഡിപ്പെൻഡ്. അത് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വേഗം പഠിച്ചോ എല്ലാവരും കൂടി, എന്നിട്ടാണ് എനിക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. ഇനി ബാക്കി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇനി നിയറസ്റ്റ് റെസിസ്റ്റൻസ് ഇതായിരിക്കും. ഓക്കെ, ആൻഡ് ദെൻ അത് കഴിഞ്ഞ ഒരു റെസിസ്റ്റൻസ് വരുന്നത് യെസ്റ്റർഡേ ഹൈ ആയിരിക്കും. ഈ ഒരു ലെവൽ 2 റെസിസ്റ്റൻസ് ആണ്. ബുള്ളിഷ്നെസ് ഈ പ്രൈസിൽ ഇതിൻ്റെ അബവ് തന്നെ ആയിരിക്കും. 48,350 340 ഈ ഒരു ഏരിയ ഇതിൻ്റെ പ്രൈസ് ചെയ്യാൻ മാത്രമേ ഫർദർ ബുള്ളിഷ്നെസ് ഉണ്ടാവുള്ളൂ. ഈസിലി അവിടെ വരെ പോകാൻ, അല്ലെങ്കിൽ ഇത് വീണ്ടും റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി വേഗം സെൻസെക്സിൽ കിടക്കാം. സെൻസെക്സിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ നിഫ്റ്റിയിൽ പോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, കണ്ട പ്രൈസ് ഇവിടെ നിന്ന് എൻ്ററായി ആൻഡ് ദെൻ വീണ്ടും ആക്ഷൻ. എക്സാക്റ്റാണ് പ്രൈസ്. ഇനി ഇതിൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ ഫുൾ വീഡിയോ കാണണം എല്ലാവരും കൂടി, അന്നത്തെ ബാക്കി പിക്ചർ നമുക്ക് ക്ലിയർ ആവുള്ളൂ കേട്ടോ. ഫോൾ ഇതായി റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇത് തന്നെ ആയിരിക്കും. സെൻസെക്സിൽ 74,700. എൻ്റെ സ്മോൾ ടൈം ഫ്രെയിം സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായത് ABC ഫോളോ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. വീക്ക്നെസ് ഇതിൻ്റെ ബിലോ ആയിരിക്കുള്ളൂ. 74,000 ഇത് ബ്രേക്ക് ആയാൽ മാത്രമേ വീക്ക്നെസ് ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ബിലോ സപ്പോസ് പ്രൈസ് ഇവിടെ വരെ വരികയാണെങ്കിൽ ബൗൺസ് ആവാനുള്ള ചാൻസസ് ഉണ്ടാവും കേട്ടോ. കാരണം എൻഡി ഡയഗണൽ എന്നതിൻ്റെ ABC സ്ട്രക്ചർ ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. നമ്മൾ സെൻസെക്സിൽ വേറെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. പിക്ചർ
ഇവിടെ വന്നാലേ പ്രൈസ് സപ്പോർട്ട് എടുക്കുകയുള്ളൂ. ഇടയ്ക്ക് സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ് ഉണ്ട് ഈ ഒരു ലോ ഇവിടെ നിന്ന്. ഓക്കെ, ഇത് ബ്രേക്ക് ഡൗൺ ആയ 74,300. പിന്നെ ഫർദർ മറ്റേ ഇത് വേണമെങ്കിൽ നമ്മുടെ ഫർദർ ലെവൽ വേണമെങ്കിൽ ഫിബൊനാച്ചി എടുക്കും. ഫ്രം ഹിയർ ടു ഹിയർ 127% അവിടെ തന്നെ. പിന്നെ 74,140 അങ്ങനെ വരുന്നുണ്ട് താഴത്തെ ലെവൽ. പിന്നെ വേറെ എന്തെങ്കിലും ലെവൽസ്, ഫ്രഷ് ലെവൽസ് അങ്ങനെ ഇടയ്ക്ക് ചില ലൈവ് മാർക്കറ്റിൽ അങ്ങനെ എനിക്ക് കിട്ടുവാണെങ്കിൽ, അങ്ങനെ കിട്ടാറുണ്ട് യൂഷ്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ. ഗ്യാപ്പ് ഡൗൺ ഓർ ഗ്യാപ്പ് അപ്പ് ആകുമ്പോഴത്തേക്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്ന ഈ വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഇത് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ, അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ലൈവ് മാർക്കറ്റിൽ ഇതിനകത്ത് തന്നെ ഞാൻ ആക്റ്റീവ് ആവാറുണ്ട്. സോ എല്ലാവരും കൂടി മാക്സിമം ആക്റ്റീവ് ആവാൻ നോക്കുക കേട്ടോ. ഇനി വേഗം നമ്മുടെ നിഫ്റ്റി മിഡ് ക്യാപ്പ് സെലക്റ്റിൽ പോകാം. നിഫ്റ്റി മിഡ് ക്യാപ്പ് സെലക്ട് കണ്ട ഞാൻ 2 days മുന്നേ കൊടുത്താണ്. അത് പെർഫെക്റ്റ് ആയിരുന്നു സംഭവം. വന്ന് ഗ്യാപ്പ് അപ്പ് ആൻഡ് പ്രൈസ് താഴെ തന്നെ കിടക്കണം. ഇപ്പോൾ ലെവലും കറക്റ്റായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇവിടുന്ന് ബോട്ടം തന്നെ വീണ്ടും പെർഫെക്റ്റ് ആണ്. ഇനി ഫർദർ അപ്സൈഡ് ഇതിൻ്റെ അഭാവമായിരിക്കുള്ളൂ. മിഡ് ക്യാപ്പ് സെലക്ട് വലിയ ഒരു ഇതൊന്നും കാണുന്നില്ല പിക്ചറിൽ. കാരണം ഇപ്പോൾ ഇത് സപ്പോസ് ഇത് 1 ആണെങ്കിൽ ഇത് ഫുൾ വൺ വേവ് ആയി. ഓക്കെ, സെക്കൻഡ് ഫോളാണ് ഇപ്പോൾ നടക്കുന്നുള്ളൂ. സോ സ്ലോലി കൺസോളിഡേഷൻ ആൻഡ് ദെൻ പ്രൈസ് മുകളിലേക്ക് പോവുള്ളൂ. ഓർ വീക്ക്നെസ് ഇതിൻ്റെ ബിലോ തന്നെ ആയിരിക്കും. ഈ ഒരു ലെവലിൻ്റെ ബിലോ 10,950 ഇതിൻ്റെ ബിലോ ആണ് ഫർദർ വീക്ക്നെസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, റെസിസ്റ്റൻസ് ഇതാണ്, അല്ലെങ്കിൽ കൺസോളിഡേഷൻ ഇത് മാത്രം. വീക്ക്നെസ് ഇതിൻ്റെ ബിലോ, അപ്സൈഡ് ആണെങ്കിൽ ഇതിൻ്റെ അബവ് മാത്രം 11,185. അതും പക്ക അപ്സൈഡ് കാണുന്നില്ല. പക്ക അപ്സൈഡ് എന്ന് വെച്ചാൽ കൺസോളിഡേഷൻ. ഇത് പ്രൈസ് 1, 2, 3 മൂവ്സിലേക്കാണ് താഴേക്ക് വന്നത്. ബട്ട് ഇപ്പോഴും കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് ഈ പ്രൈസ്. ഓക്കെ, മിഡ് ക്യാപ്പിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.